എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ്. കസിൻസ്, യെസ്, നമുക്ക് ക്രിസ്മസ് സമ്മാനമായി എത്തിയിരിക്കുകയാണ്. തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഇങ്ങനെ റണ്ണിങ് ആണ്. 4 കസിൻസിൻ്റെ സ്റ്റോറി പറയുന്നതാണ് ഈ ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ജോജോ ജോർജ് ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം ചേട്ടാ. യെസ്, ആദ്യമായിട്ട് നമുക്ക് പറയാം ഹാപ്പി ക്രിസ്മസ്. എതുവരെയായി ക്രിസ്മസ്? ക്രിസ്മസ് നല്ല ആഘോഷത്തിന്റെ പാതയിലാണ്. കസിൻസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. കസിൻസിനൊപ്പമാണ് ക്രിസ്മസ്. ആഹാ, ഓക്കെ. ആൻഡ് നമുക്ക് വിശേഷങ്ങൾ, ഫാമിലി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് കസിൻസ് വിശേഷങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു ക്യാരക്ടർ റോൾ? ഞാൻ 4 പേരിൽ ഒരാളാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് ടോണി എന്നാണ്. 4 കസിൻസ് ആണ് ഈ ഫിലിം ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലേ? ഓക്കെ. അപ്പം അതില് ഇന്ദ്രിത് ചേട്ടൻ, ചാക്കോച്ചൻ, സുരാജ് ചേട്ടൻ ആൻഡ് ജോജോ ജോർജ് ചേട്ടൻ. ഓക്കെ. ഞങ്ങള് ചാക്കോച്ചനൊരു അസുഖമുണ്ട്. ആ അസുഖത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന് ഒരു മെമ്മറി ലോസ് ആണുള്ളത്. അത് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് സിനിമ. ഒരുപാട് സ്ഥലങ്ങളിലുള്ള യാത്രയും കുറെ ദിവസത്തെ ഷൂട്ടും നല്ല രസമായിരുന്നു. ഇപ്പൊ അത് സിനിമ എന്താ പറയാ, ഇപ്പൊ ഇറങ്ങി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്യുന്നു. പറയുമ്പോൾ ഒരു സന്തോഷമാണ്. റോളിന്റെ പേര് എങ്ങനെയായിരുന്നു? എന്റെ ക്യാരക്ടറിന്റെ ഒരു ടോണി. ഓക്കെ. അപ്പൊ ടോണിയുടെ ക്യാരക്ടർ വിശേഷങ്ങൾ എങ്ങനെയാണ്? ഭയങ്കര കോമഡി ആണോ? അങ്ങനെയല്ല, അതില് സിറ്റുവേഷനിലുള്ള കോമഡികളൊക്കെ ഉണ്ട് എന്റെ ക്യാരക്ടറിൽ. പ്രത്യേകിച്ചുള്ള വേറെ എക്സ്ട്രാ ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ ഞാൻ നേരത്തെ ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ നടന്നു പോയായിരുന്നു. അപ്പം തന്നെ ഞാൻ അയ്യപ്പൻ ചേട്ടൻ അങ്ങനെ, ബിക്കോസ് ചില ക്യാരക്ടേഴ്സ് നമ്മളിങ്ങ് ഉൾക്കൊള്ളുമ്പം നമുക്ക് ആ ഒരു പേരായിട്ട് നമുക്ക് മാറും. അതേപോലെ ആവുമോ നമുക്ക് ടോണി? ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ക്യാരക്ടർ? സിനിമ തീർച്ചയായിട്ടും ഒരു സംവിധായകന്റെ കലയാണ്. ഏത് സിനിമ ചെയ്താലും അതിലെ ഡയറക്ടർ കാണുന്ന ആ ക്യാരക്ടറിനെ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ കഥാപാത്രം ഡയറക്ടർ വൈശാഖ് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന മീറ്ററിൽ തന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അതിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ശരിയായി എന്നോ നമ്മളല്ല, ജനങ്ങളാണ് പറയേണ്ടത്. എന്തായാലും സിനിമ നന്നായി പോകുന്നത് പറയുന്നതാണ് നമ്മുടെ സന്തോഷം. ഞാൻ കണ്ടതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ഫിലിംസും കണ്ടിട്ടുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ആപ്റ്റ് ചേട്ടനാണ്, ജോജോ ആണെന്നുള്ള ക്യാരക്ടർ ഫിക്സ്ഡ് അപ്പ് ആണ്. ബിക്കോസ് എല്ലാ ക്യാരക്ടറിനും അതിനായിട്ടുള്ള നീതി പുലർത്തി അങ്ങനെയാണ് അഭിനയിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണോ, ക്രേസ് ആണോ ലൈക്ക് അഭിനയം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അഭിനയത്തിനോട് നമുക്ക് എന്താ പറയാ, പണ്ട് തുടങ്ങി കോളേജ് തുടങ്ങിയിട്ടുള്ളൊരു ആഗ്രഹവും സ്വപ്നവും സിനിമ തന്നെയാണ്. കൊച്ചിലേക്ക് ഇങ്ങനെ കുറെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടോ? ഒരു ഇതുമില്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിനുമുമ്പ് ചെറിയ ചെറിയ പരിപാടികൾ. ഒരു മെയിൻ സ്റ്റേജിൽ കയറുന്നത് 10th പഠിക്കുമ്പോൾ സ്കൂളിലൊരു ഫംഗ്ഷനാണ്, സ്കൂളിലൊരു പരിപാടിക്കാണ് കയറിയത്. അഭിനയം നമുക്ക് ഭയങ്കര അന്ന് മുതലേ സിനിമ ഇഷ്ടമാണ്, അഭിനയം ഇഷ്ടമാണ്. അതിപ്പോൾ അങ്ങനെ എന്താ പറയാ, നമ്മൾ ചെറുതായി ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വളർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ അഭിനയം എന്നുള്ളൊരു വാക്ക് മോഹൻലാൽ അഭിനയിക്കുന്നു, ഞങ്ങളും അഭിനയിക്കുന്നു, രണ്ടിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിന്റെ ഒരു മെഷർമെന്റ് നോക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാവുക. ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് അതിന്റെ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൽ പറഞ്ഞായിരുന്നു, ജോർജേട്ടൻ്റെ ക്യാരക്ടർ ഡെഫിനേഷൻസ് പറഞ്ഞായിരുന്നു. ബാക്കിയുള്ള 3 കസിനുകളുടെ വിശേഷങ്ങൾ നേരത്തെ പറഞ്ഞ ചാക്കോച്ചനും ഇച്ചിരി മെമ്മറി ലോസ്, അതിനെ റിക്കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. പിന്നെ ഇതിലെ മെയിൻ കഥ കൊണ്ടുപോകുന്നത് ജോർജി എന്ന് പറഞ്ഞ ഇന്ദ്രൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിലൂടെയാണ് കഥ പോകുന്നത്. പിന്നെ സുരാജ് ഇതിലൊരു മെയിൻ ഹ്യൂമർ ആയിട്ടുള്ള, എൻ്റെ ബ്രദറായിട്ടാണ്, എൻ്റെ ചേട്ടനാണ് സുരാജ്. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വേറൊരു തരത്തിലുള്ള കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള പല കോമഡി ഡയലോഗുകളും ആ പടത്തിൽ സുരാജ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, അത് പുള്ളിക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ സുരാജിന്. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനും തമാശ പറയാനും ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മളിപ്പം ഇന്റർവ്യൂസിനാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ബിഫോർ ഇന്റർവ്യൂവിന് സംസാരിക്കുന്നതിൽ തന്നെ നമ്മൾ കോമഡി അടിപ്പിച്ച് ചിരിപ്പിക്കുന്നത്. ബിക്കോസ് അത്രയ്ക്കൊരു നാച്ചുറലായിട്ട്, കോമഡി തന്നെ നാച്ചുറലായിട്ട് ജീവിക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം തമാശ, എന്തിലും ഒരു തമാശ കാണാനായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ് ശരിക്കും സുരാജ്. പക്ഷെ എല്ലാത്തിലും ഒരു തമാശ കാണാനായിട്ടുള്ള കഴിവ് ഭയങ്കരമാണ്. നമുക്കൊക്കെ അതിൻ്റെ വളരെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ജോർജേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറച്ച് അറിഞ്ഞതിൽ വെച്ച് പറഞ്ഞാണ് കേട്ടോ. അഭിനയിക്കുന്ന സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തകർത്താണ്. പക്ഷെ സംസാരിക്കുന്നത് കുറച്ച് പാടാണ് കേട്ടോ. അല്ലേ? സംസാരം കുറച്ച് കുറവാണ് അല്ലേ? അല്ല, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുക, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ ഒന്ന്
പരിശീലിച്ച് വരുന്നുള്ളൂ. സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഭയങ്കര പാവമാണ്, ഭയങ്കര ലിബറൽ ആണ്. പക്ഷെ നമ്മുടെ ഒരു ചാറ്റിംഗ് എന്നുള്ള രീതിയിൽ സംസാരം കുറവായതുകൊണ്ടാണ് കേട്ടോ. അല്ല ഈ ജാടിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് ചില കാണുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെഫിനിഷൻസ് നേരത്തെ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഫിലിമുകൾ എന്തൊക്കെയാണ്? കസിൻസ് കഴിഞ്ഞു, അടുത്തത് ജയസൂര്യയുടെ ഒപ്പം ഉള്ളൊരു സിനിമയും ഫഹദിന്റെ ഒപ്പം ഉള്ളൊരു സിനിമ, പിന്നെ വിനീത് ശ്രീനിവാസൻ, ചെമ്പൻ, ഞങ്ങളൊരു ശ്രീജിത്ത് രവി, ഞങ്ങളൊരു മെയിൻ വേഷങ്ങൾ ചെയ്യുന്നൊരു ഹ്യൂമർ പടമുണ്ട്. പിന്നെ മിസ്റ്റർ മാർട്ടിൻ പ്രക്കാടിന്റെ ഒരു സിനിമ ബ്രെഡ് ഷെയ്ഡ്. അങ്ങനെ കുറച്ച് സിനിമകൾ സുഹൃത്തുക്കളാണ് നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അല്ല, അത് തൊട്ടടുത്തടുത്തുള്ളതല്ല, ഇതെല്ലാം ഇങ്ങനെ അടുത്തടുത്ത മാസങ്ങളിൽ ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമാണ്. അതൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതുകൊണ്ട് പറഞ്ഞതാണ്. യെസ്, എന്തായാലും നമ്മൾ എന്തായാലും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് കേട്ടോ ജോർജ്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഫ്രെയിമിൽ കാണുമ്പോൾ വാവ് എന്ന് പറയും കേട്ടോ. നമ്മളങ്ങനെ ഫാനൊന്നും പറയണ്ട, എന്നാലും ഫാനാണ്. ഓക്കെ, ഫാമിലി വിശേഷങ്ങൾ. എനിക്ക് ഞാൻ ഭാര്യയുണ്ട്, 3 കുട്ടികൾ. ഓക്കെ, ആദ്യത്തെ ട്വിൻസ് ആണ്, ഒരു 5 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഇളയാള് 3 വയസ്സാവുന്നു. അവരൊക്കെ ഫിലിമിൽ വരുമോ? പിന്നെ അല്ല, സിനിമ കാണാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സിനിമ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഇഷ്ടമല്ലേ. വീട്ടില് അഭിനയിക്കുമ്പോ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം പറയുന്ന ആരാണ്? എന്റെ ഏറ്റവും നല്ല ക്രിട്ടിക് എന്റെ വൈഫ് തന്നെയാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എപ്പോഴും നമ്മളോട് എല്ലാ കാര്യവും പറഞ്ഞു തരാറുള്ളത്. ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോ എങ്ങനെയായിരുന്നു ഫീൽ? ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ഞാൻ മഴവിൽ കൂടാരെന്നുള്ള സിനിമയിലാണ്. റഹ്മാനൊക്കെ അഭിനയിച്ചൊരു സിനിമ. അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ഇതാണ്. ഇങ്ങനെ മുഖം ക്യാമറയിലേക്ക് നോക്കിയിട്ട് മേലേക്ക് ചാടുന്നൊരു പരിപാടിയായിരുന്നു. ആ സമയത്തൊരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് കയറി കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് മാറുകയാണല്ലോ. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെ അല്ല ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ. പ്രൊഫഷനോട് ഇത് ഒരു പ്രൊഫഷനായി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് കണ്ടു കൊടുക്കുമ്പോൾ ഇത് പരിപാടി വേറെയാണ്, കുറച്ച് പണിയുള്ള ജോലിയാണ്. നമ്മളൊക്കെ ഇൻഡസ്ട്രിയുടെ പുറത്തിരുന്ന് നമ്മൾ ഈ ഫിലിം കാണുമ്പോൾ വിചാരിക്കും, ഒന്നും അറിയണ്ട, ക്യാമറ റോളിങ് ഇവര്, പിന്നെ ഫിലിമിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഒന്നും അറിയണ്ട, ഒരു കസേര ഇട്ട് കൊടുത്താൽ നമുക്ക് ബാക്കിൽ അസിസ്റ്റൻസ് ഉണ്ട്, ചോദിക്കുന്ന ഫുഡ് കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്. ഫ്രം അഭിനയം ആൻഡ് ഡബിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുട്ട വെയിലൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വർക്ക്. അല്ല, ഇതിനോട് പാഷൻ ഇല്ലാതെ, ഇപ്പം ആക്ടിങ്ങിനോട് പാഷൻ അല്ലെങ്കിൽ സിനിമയോട് പാഷൻ ഇല്ലാതെ ഈ ഒരു ഗ്ലാമറസ് അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒറ്റ കാര്യമല്ലോ അല്ലേ? അതല്ല, അതിനോട് പാഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് നമുക്കത് ഒരിക്കലും. ഇപ്പൊ കസിൻസ് തന്നെ 80 ദിവസത്തിന് മേലെ 80 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അത് ബാംഗ്ലൂർ, മടുത്തൊന്നുമില്ല അത്. ബാംഗ്ലൂർ, പൊള്ളാച്ചി, പഴനി, അതിരപ്പള്ളി, പിന്നെ നമ്മളുടെ എറണാകുളം, വാഗമൺ. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പുറത്തുള്ളവർ കേൾക്കുമ്പോൾ അയ്യോ ഇവിടെ ഷൂട്ട് ബാംഗ്ലൂർ, അപ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ ബാംഗ്ലൂർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ 5 മണി 6 മണിയാകുമ്പോൾ എണീറ്റ് പോകും, രാത്രിയാകുമ്പോൾ റൂമിൽ നിന്ന് കിടക്കും. നമ്മൾ പോകുന്ന ലൊക്കേഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, വേറെ ഒരു ഇതൊന്നുമില്ല. അപ്പൊ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമേ ഇതിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മടുത്തു പോലെ നമുക്കിപ്പോ ഫെയിം അല്ലെങ്കിൽ എന്റെ മുഖം ഫ്രെയിമിൽ കാണണം എന്നുള്ള കാര്യം മാത്രം ഉദ്ദേശിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആക്ടിങ് മടുക്കും. എന്റെ അടുത്ത് ഒരു ചുരുക്കി 6 മാസക്കാലം ഒരു ചാൻസ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് നടന്നൊരു പയ്യൻ ഞാനടുത്ത് എനിക്ക് ശല്യമായി തുടങ്ങി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒന്ന് മുഖം കണ്ടാൽ മതി, അപ്പോൾ എന്തും ചെയ്യും എന്നുള്ള ലൈനിൽ ഒക്കെ ഉള്ള സംസാരത്തിൽ ഞാൻ അവനെ റെക്കമെൻഡ് ചെയ്തു ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം ലൊക്കേഷനിലേക്ക് വന്നു. അന്ന് അവന് ഒരു ഉച്ചവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൽ അഭിനയിക്കാനായിട്ട്. ഉച്ചവരെ ആയിക്കഴിയുമ്പോൾ തന്നെ പുള്ളിക്ക് മതിയായി. അതുകൊണ്ട് 3 മണിയായപ്പോൾ ഇദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇല്ല. ഞാൻ ഫോൺ വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ പൊന്നു കേട്ടോ എനിക്ക് മതിയായി, ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അത്ര വരെ ക്ഷമിച്ച് നിൽക്കാൻ പോലും പറ്റിയെന്ന് പറഞ്ഞു. ഞാനൊക്കെ ദിവസങ്ങളോളം കാത്തു നിന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ അഭിനയിക്കാനായിട്ടൊക്കെ പോണ ചാൻസ് വെച്ച് പോകുമ്പോഴൊക്കെ 1 ദിവസം 2 ദിവസം 3 ദിവസം, അപ്പോൾ 3ാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത ദിവസം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യും. പക്ഷെ ഇവർക്ക് ഒരു ഉച്ചവരെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബോറടിച്ചു. അതായത് ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഷെഡ്യൂൾ കൊടുക്കും. അപ്പോൾ ഈ ഷെഡ്യൂൾ എപ്പോഴാണ് വരുന്നതെന്ന് ഒരു പിടി ഉണ്ടാവില്ല. നമുക്ക് പേഷ്യൻസും പാഷനുമാണ് അല്ലേ നമുക്ക് ആക്ടിങ്ങിൽ കൂടുതൽ വേണ്ടത്. ഒത്തിരിയധികം ബ്ലെസ്ഡ് ആണ് കേട്ടോ നിങ്ങൾ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. നമ്മളെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ആദ്യം സക്സസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് നിൽക്കുന്നത്, അതിനൊക്കെ സോ ബ്ലെസ്ഡ് ആണ് കേട്ടോ ജോജോ. അല്ല, അത് ദൈവാനുഗ്രഹം മാത്രമാണ്. നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയും. കാരണം നമ്മളിപ്പം ഈ TV-യിൽ കുറേ റിയാലിറ്റി ഷോസും ഇതൊക്കെ കാണുമ്പോൾ
എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. സത്യം. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമയ്ക്ക് പുറത്ത് സിനിമയിൽ അഭിനയിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ കഴിവ് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. സത്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫാമിലി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എങ്ങനെയാണ് പൊതുവെ എല്ലാ ക്രിസ്മസുകളും? എൻ്റെ വീട് വളരെ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിലാണ്, വില്ലേജിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ പണ്ട് മുതലേ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരു തലേ ദിവസം പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ 3-4 ദിവസം അതിമനോഹരമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്മസിന് എനിക്ക് പുതുമയുണ്ട്. കാരണം ഞാൻ സിനിമകളുടെ കൂടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സർക്കിളിലാണ് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലുള്ളത്. പിന്നെ ക്രിസ്മസ് എന്തായാലും പള്ളിയിൽ നിന്ന് തുടങ്ങും, വീട്ടിൽ അവസാനിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? എന്നാൽ തിരക്കുകളുണ്ടെങ്കിലും ക്രിസ്മസ് ഡേയ്സ് കുറച്ച് ഫ്രീ ഉണ്ടാവും അല്ലേ? ഈ ക്രിസ്മസിനെല്ലാം നമുക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും വന്നിട്ടൊന്നുമില്ല. നോക്കിക്കോ, ഇപ്പം കഴിഞ്ഞ ക്രിസ്മസിനെ കാട്ട് ഭയങ്കര കുറച്ച് നല്ല സന്തോഷമാണ് ഈ ക്രിസ്മസ് സമ്മാനിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി അടുത്ത ക്രിസ്മസ് ഭയങ്കര പാടായിരിക്കും. യെസ്. എന്തായാലും ഒരുപാട് ഫിലിംസുകൾ കിട്ടിയിട്ട് ഇതിനപ്പുറം വലിയ വലിയ ക്യാരക്ടേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഡ്രീം റോൾ ഉണ്ടോ? ഞാൻ എല്ലാ ആക്ടേഴ്സിനും ചോദിക്കുന്നത് ഡ്രീം റോൾ ഉണ്ടോ? ഇത് തന്നെ ഡ്രീമാണ്. അഭിനയിക്കുന്നത് പറയുന്നത് തന്നെ ഡ്രീമാണ്. ബ്ലെസ്ഡ് വൺ. പിന്നെ അത് കിട്ടുന്നതെല്ലാം ഹാപ്പിയാണ്. എന്നാലും നമുക്ക് ഞാൻ ഇടയ്ക്ക് ഒരു ഫിലിം കണ്ടപ്പം അതിൽ കുറച്ച് വില്ലൻ കഥാപാത്രത്തിലും വില്ലനും കോമഡി കഥാപാത്രവും കാത് കേൾക്കാത്ത ഫഹദ് വന്നിട്ട് അടിക്കുമ്പോൾ കാത് കേൾക്കുന്ന എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ്. ബിക്കോസ് ഒരുപാട് നമ്മൾ ക്യാരക്ടേഴ്സ് മനസ്സിൽ ഫിക്സപ്പ് ചെയ്യുന്ന പോലത്തെ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്രിസ്മസിന് ഭയങ്കര തിരക്കുള്ള ആക്ടർ ആവട്ടെ, ഡേറ്റ്സ് ഒന്നും കിട്ടാത്തൊരു ആക്ടർ ആവട്ടെ എന്ന് ഞങ്ങൾ ബ്ലെസ് ചെയ്യാം. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്.